എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ IRCCയിൽ ഒരു അപ്ഡേഷൻ നടന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറച്ച് നാളൊക്കെ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റുഡൻസിന് വേണ്ടി ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ആ കൂട്ടത്തിൽ വന്ന റെസ്ട്രിക്ഷൻ തന്നെ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ സ്റ്റുഡൻസിനും കൂടെയുള്ള സ്പൗസിനൊക്കെ ഓപ്പൺ വർക്ക് പെർമിറ്റ് ഇവിടെ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD എടുക്കുന്ന സ്റ്റുഡൻസിന് മാത്രമാക്കി ഇവരും ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ സ്റ്റുഡൻസിൻ്റെ കൂടെ സ്പൗസ് വന്നാലും ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യും, കാനഡയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യും. കാരണം കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് കൊടുക്കുന്നത്, ബാക്കി എല്ലാവർക്കും ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ്. ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം, അൺലിമിറ്റഡ് ആയിട്ട് ജോലി ചെയ്യാം. അപ്പോൾ ആ റൂള് കുറച്ച് നാൾക്ക് മുമ്പ് കാനഡ ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്തിട്ട് മാസ്റ്റേഴ്സും PhD എടുത്ത് വരുന്നവരുടെ സ്പൗസിന് മാത്രമാക്കി ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അകത്തേക്ക്, അതായത് ഈ ഒരു റെസ്ട്രിക്ഷൻസ് അകത്തേക്ക് കുറച്ച് പ്രോഗ്രാംസ് ആഡ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, നിങ്ങളിപ്പോൾ സ്റ്റുഡൻസ് വിസയിൽ ഇവിടെ വരുമ്പോഴത്തേന് നമ്മുടെ ഈ എക്സ്പെൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഈ ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് മൂവ് ആക്കുന്നത് ഫാമിലി ആയിട്ട് ഒരുമിച്ച് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ PR നോക്കുന്ന ആൾക്കാരായിരിക്കും. PR കിട്ടാത്തത് കൊണ്ടിട്ട് എന്തായാലും ഇവിടെ സെറ്റിൽ ആവാൻ വേണ്ടി സ്റ്റുഡൻസ് വിസ എടുത്തിട്ട് പോകാം എന്നുള്ളത് തിങ്കിങ്ങിൽ വരും. അപ്പോൾ സ്പൗസ് വിസ സ്റ്റുഡൻസിൻ്റെ സ്റ്റഡി പെർമിറ്റ് അപ്രൂവ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് സ്പൗസിന് വേണ്ടിയിട്ടും ഏതൊരു അപ്പം തന്നെ സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് സ്പൗസ് വിസയ്ക്ക് വെക്കാം. അപ്പോൾ സ്പൗസ് വിസയ്ക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പൗസിനെയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇവിടെ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഇപ്പോൾ കാനഡയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറവായതുകൊണ്ടിട്ടും ഇവിടെ നിൽക്കുന്ന സ്റ്റുഡൻസിന് തന്നെ ജോബ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പുറത്തുനിന്ന് ഉള്ളിലത്തേക്ക് എടുക്കുന്നത് കാനഡ ഗവൺമെൻറ് റെസ്ട്രിക്ട് ചെയ്തു. അതേ സമയം തന്നെ ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഈ കൂടെ വരുന്ന സ്പൗസുകൾ ഒരുപാട് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാംസ്, അതായത് മോസ്റ്റ്ലി നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നത് PG ഡിപ്ലോമ കോഴ്സസ് എടുത്തിട്ടാണ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് മറ്റേ മാസ്റ്റേഴ്സിനെക്കാളും PhD-നെക്കാട്ടിലും എക്സ്പെൻസും കുറവും. പിന്നെ മാസ്റ്റേഴ്സും PhD ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് ക്വാളിഫിക്കേഷൻസും IELTS സ്കോറും ഒക്കെ ഹൈ ആണ്. അപ്പം നമ്മുടെ നാട്ടിലെ മോസ്റ്റ് ഏജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ PG ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ 2 വർഷത്തെ PG ഡിപ്ലോമ കോഴ്സ് എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് 2 വർഷം എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് 1+1 പ്രോഗ്രാം ഒരു വർഷത്തെ എടുക്കും, കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത വർഷമാക്കും. അപ്പോൾ ഈ ഡിപ്ലോമ കോഴ്സുകൾക്ക് ഇനി സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കണില്ല എന്ന് നേരത്തെ വന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കാനഡ ഗവൺമെൻറ് അതിൻ്റെ അകത്തേക്ക് ഇപ്പം മാസ്റ്റേഴ്സും PhD ആയിരുന്നല്ലോ, അതിൻ്റെ അകത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് പ്രോഗ്രാമും എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് ഇവർ കൊടുക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം അപ്ഡേഷൻ ഉണ്ടായിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹെൽത്ത് കെയർ ഫീൽഡിലും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസ്റ്റേഴ്സും PhD ഉള്ള ആൾക്കാർക്ക് മാത്രം സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യാൻ ഒരുപാട് ആൾക്കാരെ ആവശ്യമായിട്ട് വരും പല പല ഫീൽഡിലും. അപ്പോൾ ആ ഫീൽഡ് അനലൈസ് ചെയ്തിട്ടാണ് ഇവർ ഇപ്പം ഈ ബാച്ചിലർ ഓഫ് നഴ്സിംഗിന് ഉള്ള സ്റ്റുഡൻസിന് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് ബാച്ചിലർ ഓഫ് നഴ്സിംഗ് എടുത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്പൗസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്പൗസിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടുകയും സ്പൗസിന് ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ IRCCയുടെ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. കാരണം ഇവർ കുറച്ച് അപ്ഡേഷൻ ഇനി വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. കുറച്ച് അനലൈസ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് പ്രോഗ്രാംസും കൂടി ഇവർ ആഡ് ചെയ്യുക. അതായത് ആ പർട്ടിക്കുലർ പ്രോഗ്രാംസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് സ്പൗസിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ആർക്കൊക്കെയാണ് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ മാസ്റ്റേഴ്സ്, ഡോക്ടർ, PG ഡിപ്ലോമ കോഴ്സ് എടുക്കുന്ന ആൾക്കാർക്ക് എതുമേ ഇല്ല. ഏത് കോഴ്സ് ആണെങ്കിലും എതുമേ ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ഡിഗ്രി ഇൻ യൂണിവേഴ്സിറ്റീസിൽ മെഡിസിൻ, ലോ, പിന്നെ ഇപ്പം ബാച്ചിലർ ഓഫ് നഴ്സിംഗ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ, അതായത് ഈ റൂള് വരുന്നതിന് മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ സ്പൗസിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് തീരാറായി എന്നുള്ള കേസ് ആണെങ്കിൽ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഓൾറെഡി സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്രൂവ് ആയത് ഈ റൂള് വരുന്നതിന് മുമ്പാണ്. ഇപ്പോൾ നിങ്ങൾ PG ഡിപ്ലോമ കോഴ്സ് എടുത്ത ആളാണെങ്കിൽ അപ്പോൾ അത് പ്രശ്നമില്ല, അത് നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കിട്ടും. അപ്പം ഇത്രയും ആൾക്കാർക്കാണ് ഇപ്പോൾ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കുന്നത് എന്ന് കാനഡ ഗവൺമെൻറ് അതിൻ്റെ അകത്ത് IRCC വെബ്സൈറ്റിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PhD മാസ്റ്റേഴ്സ് മാത്രം കൊടുക്കാൻ വിചാരിച്ചിരുന്ന ഗവൺമെൻറ് കുറച്ച് പ്രോഗ്രാംസും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഈ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് പ്രോഗ്രാം ആഡ് ചെയ്തേക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിൽ ഇവിടെ
കുറേ ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഹെൽത്ത് കെയർ ഫീൽഡിലായിരിക്കും ഇനി കുറച്ചും കൂടി പ്രോഗ്രാംസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്നാണ് അവർ പറയണത്. അത് ഞാൻ പേഴ്സണലായിട്ട് പറയുന്നതല്ല, അവരൊരു അഭിപ്രായം എന്ന് പറഞ്ഞാലും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നേരത്തെ വീഡിയോസിൽ പറഞ്ഞ മാതിരി ഇവിടെ കുറേ ആൾക്കാർക്കും TR to PR കൊടുക്കുന്നുണ്ട്. അതും ഏതൊക്കെ പ്രൊവിൻസിൽ ഏതൊക്കെ ഫീൽഡിലാണ് ഓപ്പർച്യൂണിറ്റി ഹൈ ആയിട്ട് നിൽക്കുന്നത്. പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള PNV പ്രോഗ്രാംസ് ഓപ്പൺ ആക്കുക. ചിലതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ആയിരിക്കും. അപ്പോൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള PNV പ്രോഗ്രാംസ് ഒക്കെ ഓപ്പൺ ആക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. റെസ്ട്രിക്ഷൻസും റൂൾസും ഒക്കെ വരുന്ന സിറ്റുവേഷനിലും ഇവർ ഇവിടുത്തെ കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട്, കാരണം കുറേ നാളുകൾക്ക് മുമ്പേ ഇവർ ഒരു പർട്ടിക്കുലർ റൂളൊന്നും ഇല്ലാണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സ്റ്റഡി പെർമിറ്റ് കൊടുത്തിട്ട്, സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുത്തിട്ട് ഓരോരോ പ്രൊവിൻസിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത മാതിരി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിലധികം ആൾക്കാരെ പല യൂണിവേഴ്സിറ്റീസും കോളേജിലത്തേക്കൊക്കെ അക്കോമഡേറ്റ് ചെയ്തിട്ട് അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമായിട്ടുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ഒരു സ്റ്റേബിൾ സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ ഒന്ന് എല്ലാം കൂടി കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാൻ ഉള്ള ഒരു കാര്യങ്ങളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ കാര്യം എനിക്ക് നിങ്ങളിലേക്ക് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കുറേ ആൾക്കാർക്കും സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടാത്തത് കൊണ്ടിട്ട് ഇവിടെ വന്നിട്ട് വേറെ പ്രോഗ്രാംസ് എടുക്കാം, അല്ലെങ്കിൽ PhD നോക്കാം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് നോക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വന്ന് സ്റ്റഡിയൊക്കെ കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ തിങ്കിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ അത് മെൻഷൻ ചെയ്ത് ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടി യൂസ്ഫുൾ ആവുമല്ലോ. ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കാണ്. അതുവരെ ബൈ.